പൊതുവേ നമ്മളെ കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും കുറച്ച് ഷോകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഒരു അമ്മാവൻ മരിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ വരിക. ഞാനും ഇതേപോലെ ഫുൾ സൈലൻ്റാണ്, ടോട്ടലി സൈലൻ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഒരു മണ്ണ് വന്ന് വീണ നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കും. അപ്പം മൂത്തമ്മ എൻ്റെ അടുത്ത്, അമ്മൂമ്മ എൻ്റെ അടുത്ത്, എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുക. ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ നടന്നു വരുന്നത്. അമ്മ വരുന്ന കണ്ടുടനെ ഇവരിങ്ങനെ നോക്കും. അമ്മയെ കണ്ടുടനെ എൻ്റെ അച്ഛൻ പോയേന്നും പറഞ്ഞൊരു നിലവിളിയാ. അമ്മ തന്നെ നെറ്റും. കാരണം കോറസ് പോലെയാ ഇതിങ്ങോട്ട് വരുന്നത്. ഒരാളങ്ങ് ഒരു മാലപ്പടക്കത്തിന് തീ കത്തിക്കുന്ന ഒരാൾ ചെയ്താൽ മതി, ഇങ്ങോട്ട് കോറസ് പോലെ വരും. അമ്മ തന്നെ ഞെട്ടും. അമ്മ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് അമ്മേനെയാണ്. പിന്നെ അവിടെ അമ്മയുടെ പ്രകടനം, നെഞ്ചത്തടിയും നിലവിളിയും തറയക്കണ്ണ ഉരുളക്കോ ഒക്കെ അഭിനയിക്കുക. എൻ്റെ കൈ മുടിക്കുക എൻ്റെ അമ്മ ഓസ്കാറിൻ്റെ അഭിനയം. ഈ സെയിം രീതി തന്നെയാണ് കല്യാണ വീട്ടിൽ. പെണ്ണങ്ങോട്ട് ഇറങ്ങണ്ട, ഒന്ന് ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും ഒരു കരച്ചിലും ബഹളവും അതും ഇതും എല്ലാതും ഈ സെയിം അഭിനയം തന്നെയാണ് അവിടെ നടന്നിരുന്നത്. പിന്നെ ഉള്ളത് ഫുഡ് എന്ന് വെച്ചാൽ എല്ലാവരും ആർത്തിയോടെ കയറും, ഇടിച്ചങ്ങ് കയറും. നമ്മളായാലും കയറി ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും എന്ത് കൊണ്ട് വെച്ചാലും വേണ്ട 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 എന്ന് പറയുന്ന രണ്ട് വീട്ടിലുള്ള കാര്യം പൊതുവേ ഉള്ളൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മാമൻ എന്ന് വെച്ചാൽ ഇച്ചിരി കുടിക്കുന്ന ആളാണ്. കുടിച്ചിട്ടൊക്കെ രണ്ട് വീട്ടിലും, കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും ചെല്ലുക. കരയത്തുമില്ല, ചിരിക്കത്തുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ആര് കണ്ടാലും എവിടെ പോണു ബിനു, ഈ ഒരു ആക്ഷനാണ്. പിന്നെ പൊതുവേ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ കുറ്റം പറച്ചില്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലാണെങ്കിൽ പെണ്ണിനെ അങ്ങോട്ട് ഒരുക്കി നിർത്തുമ്പോൾ പെണ്ണിനെ സ്വർണ്ണമൊക്കെ കുറവാണ്, ശരിയാ, സാരിയൊന്നും ചേരുന്നില്ല, ശരിയാ, അപ്പം അടുത്ത് നമുക്ക് സപ്പോർട്ടാ, ശരിയാ, പിന്നെ കാണാനും അത്ര ഭംഗിയില്ല, ചെറുക്കന് പെണ്ണിന് ചേരത്തില്ല, പെണ്ണിന് ചെറുക്കനും ചേരത്തില്ല. ഈ സെയിം രീതി തന്നെയാണ് മരണ വീട്ടിൽ. പുള്ളീനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ബോഡി അങ്ങോട്ട് ഇങ്ങനെ കിടത്തുകയാണെങ്കിൽ ഉടനെ പെട്ടിക്ക് നീളം കുറവില്ലേ ഓടി, മാലയ്ക്ക് നീളം കുറവില്ലേ ഓടി, അതേപോലെ കാല് കെട്ടിയത് ശരിയായില്ലേ ഓടി, മൂക്കി പഞ്ഞി വെച്ചത് ശരിയായില്ലേ ഓടി, അവിടെയും കുറ്റം പറ്റില്ല. പെട്ടി പിന്നെ ഈട്ടീട്ടേക്കൊന്നുമില്ല, അതൊന്നും മേടിക്കാനുള്ള പോക്ക് അവൻ എന്തായാലും വല്ല മാവോ വട്ടയൊക്കെ ആയിരിക്കും, അതും അവർക്കൊരു കുറ്റം പറിച്ചിലാണ് അവിടെ. പിന്നെ ഇതിനായിട്ട് മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ആദ്യത്തെ ദിവസം കല്യാണ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരിക്കും, പിന്നെ അങ്ങോട്ട് കരച്ചിലായിരിക്കും. പക്ഷേ മരണ വീട്ടിലെ ആദ്യത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും, പിന്നെ അങ്ങോട്ട് സന്തോഷമായിരിക്കും.